കൂടി ടെലിഫോൺ ലൈനിൽ. ദീർഘനാളത്തെ പ്രവർത്തനം, അതിൻ്റെ സൗഹൃദമൊക്കെ ഉണ്ടാകും നിങ്ങൾക്കിടയിൽ ഉറപ്പായും. എങ്ങനെയാണ് വ്യക്തിപരമായി അദ്ദേഹത്തെ ഓർത്തെടുക്കുക ഒരു കോമ്രേഡ് എന്ന നിലയിൽ? മതേതര ഇന്ത്യയുടെ കാവൽ ഭടനാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. മാത്രമല്ല, CPM-ന്റെ 24ാം പാർട്ടി കോൺഗ്രസിന്റെ തുടക്കം കുറിച്ചുകൊണ്ട് ബ്രാഞ്ച് സമ്മേളനങ്ങൾ നടക്കുന്ന ഘട്ടത്തിലാണ് പാർട്ടിയുടെ ഒരു അഖിലേന്ത്യാ നേതാവ് ഇവിടെ പറയുന്നത്. ഇത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം സഹിക്കാൻ പറ്റുന്ന ഒരു കാര്യമായി തോന്നുന്നില്ല. 46 വർഷത്തെ വ്യക്തിബന്ധം അദ്ദേഹവുമായി മുട്ടുകൊണ്ടേയിരിക്കുന്നത്. അദ്ദേഹം JNU ചെയർമാനായിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെയാണ് ഞാൻ തലശ്ശേരി ബ്രണ്ണൻ കോളേജിലെ ചെയർമാനാകുന്നത്. അന്ന് തുടങ്ങിയിട്ടുള്ള ബന്ധമാണ്. 1979 SFIയുടെ സംസ്ഥാന സെക്രട്ടറിയും 80 സംസ്ഥാന പ്രസിഡന്റും ലോക്സഭാ അംഗവും എന്ന നിലയിൽ ഡൽഹിയിൽ വെച്ച് അദ്ദേഹവുമായി ബന്ധപ്പെടാൻ കഴിഞ്ഞ ഓരോ സന്ദർഭങ്ങളും ഞാൻ ഓർക്കുകയാണ്. മനോഹരമായ പുഞ്ചിരിയും സൗമ്യമായ അദ്ദേഹത്തിന്റെ സമീപനവും പ്രൗഢഗംഭീരമായിട്ടുള്ള അദ്ദേഹത്തിന്റെ അവതരണവും ഇംഗ്ലീഷിലുള്ള സാഹിത്യത്തിലുള്ള മാർക്സിയൻ ലെനിസത്തിലുള്ള അദ്ദേഹത്തിന്റെ അഗാധമായ പാണ്ഡിത്യവും ഒക്കെ തന്നെ ഒരു ചെറുപ്പക്കാരൻ എന്നുള്ള നിലയിൽ ചെറുപ്രായത്തിൽ തന്നെ അദ്ദേഹം സാഹിത്യമാക്കിയതിൽ ഞങ്ങൾക്കൊക്കെ അസൂയ തോന്നിയ ഘടകങ്ങളായിരുന്നു. ഇന്നത്തെ ഇന്ത്യ രാജ്യം ഹിന്ദുത്വ രാഷ്ട്രത്തിലേക്ക് വഴുതി പോകാതിരിക്കുന്നതിനുള്ള ഒരു നിർണായക ശക്തിയാണ് സഖാവ് സീതാറാം യെച്ചൂരി. ഇന്ത്യയിലെയും ലോകത്തിലെയും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം നേരിട്ട വെല്ലുവിളിയുടെ ഒരു ഘട്ടത്തിലാണ് 1992 CPM-ന്റെ 14ാം പാർട്ടി കോൺഗ്രസ് ചെന്നൈയിൽ സമ്മേളിക്കുന്നത്. ഞാൻ അതിലൊരു പ്രതിനിധിയായിരുന്നു. ലോകത്തിൽ നിന്ന് കമ്മ്യൂണിസം പോയിരിക്കുന്നു, ഇന്ത്യ രാജ്യത്ത് നിന്നും കമ്മ്യൂണിസം ഇല്ലാതാകാൻ പോകുന്നു, തൊഴിലാളി വർഗ രാഷ്ട്രീയത്തിന് ഇനി പ്രസക്തിയില്ല എന്ന ഘട്ടത്തിൽ അദ്ദേഹം അവതരിപ്പിച്ച സർട്ടൻ ഐഡിയോളജിക്കൽ ഇഷ്യൂസ്, ചില പ്രത്യയശാസ്ത്ര പ്രശ്നങ്ങളെ സംബന്ധിച്ച രേഖ അവതരിപ്പിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള ഉജ്ജ്വലമായ പ്രസംഗം സമ്മേളന പ്രതിനിധികൾ, CPM-ന്റെ നവരത്നങ്ങളായ BTR, ബസവപുന്നയ്യ ഉൾപ്പെടെയുള്ള നേതാക്കൾ നിശബ്ദരായി കേട്ടിരുന്ന രംഗം ഞാൻ ഇപ്പോൾ ഓർക്കുകയാണ്. അതോടുകൂടിയിട്ടാണ് ഒരു ദാർശനികൻ EMS-നും ബസവപുന്നയ്യക്കും BTR-നും ശേഷം, ജ്യോതിവാസുവിനും ഒക്കെ ശേഷം, ഇതാ ഒരു രണ്ടാം നിര ദാർശനികൻ, മാർക്സിസം ലെനിസത്തിൽ വലിയ പാണ്ഡിത്യമുള്ള ഒരു നേതാവ് രൂപം കൊള്ളുന്നു എന്ന സന്ദേശം 14ാം പാർട്ടി കോൺഗ്രസ് വഴിയാണ് ഞങ്ങളൊക്കെ മനസ്സിലാക്കുന്നത്. ലോകസഭയിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രസംഗം, അതേപോലെ തന്നെ സുപ്രീം കോടതിയിൽ അദ്ദേഹത്തിന്റെ ഇടപെടൽ, അതിന്റെ അവസാനത്തെ ഉദാഹരണമാണ് ഇലക്ട്രൽ ബോണ്ട് ഇല്ലാതാക്കിയത്. കള്ളപ്പണക്കാർക്കും കോർപ്പറേറ്റ് ശക്തികൾക്കും തങ്ങൾ ഇഷ്ടപ്പെടുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് കോടിക്കണക്കിന് രൂപ പണം കൊടുത്ത് അത് വെള്ളപ്പണമാക്കുന്ന അതിനീചമായ ഒരു നിയമനിർമ്മാണത്തിനെതിരായി അദ്ദേഹം സുപ്രീം കോടതിയിൽ പൊതുതാൽപര്യ ഹർജി കൊടുത്തുകൊണ്ട് ഇലക്ട്രൽ ബോണ്ട് ഇല്ലാതാക്കിയത് ചരിത്രത്തിന്റെ ഭാഗമാണ്. ഈ രൂപത്തിൽ നാനാരൂപത്തിലുമുള്ള പാർലമെന്ററി രംഗത്തും ജുഡീഷ്യൽ രംഗത്തും രാഷ്ട്രീയ രംഗത്തുമെല്ലാം അദ്ദേഹം നടത്തിയിട്ടുള്ള ഇടപെടൽ, ഫലപ്രദമായിട്ടുള്ള ഇടപെടൽ, അതെല്ലാം ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനും ഇടതുപക്ഷ പ്രസ്ഥാനത്തിനും മതനിരപേക്ഷ ശക്തികൾക്കും ഒരു വെളിച്ചമാണ്. ആ വെളിച്ചമാണ് ഇവിടെ ഇപ്പോൾ അസ്തമിച്ചത്. ഇതൊരു തീരാ നഷ്ടമാണ്. ഉറപ്പായും CPM നേതൃത്വം ഉറപ്പായും വിലയിരുത്തുക. അത്തരത്തിലായിരിക്കും സീതാറാം യെച്ചൂരിയുടെ മരണം. അത്